ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, 10ാം ക്ലാസ്സുകാരനായ ഷഹബാസ് തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരം. ആ കുഞ്ഞും പരീക്ഷ എഴുതാൻ ഇന്ന് എത്തേണ്ടുന്ന കുട്ടിയായിരുന്നു. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയായ കുട്ടിയുടെ പിതാവിന് കൊട്ടേഷൻ ബന്ധമാണ് ഇന്ന് തെളിഞ്ഞു വന്നിരിക്കുന്നത്. കൊല്ലപ്പെട്ട ഷഹബാസിനെതിരായ ആക്രമണം ആസൂത്രണം ചെയ്തതിൽ പ്രധാനി എന്ന് പറയുന്ന കുട്ടിയുടെ പിതാവിനാണ് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ളത്. TP വധക്കേസ് പ്രതി TK രജീഷിനൊപ്പം ഇയാൾ നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നെഞ്ചക്ക് കണ്ടെത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കുട്ടിയുടെ പിതാവ് തന്നെയാകാം നെഞ്ചക്ക് കുട്ടിയുടെ കൈവശം കൊടുത്തുവിട്ടത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയ സമയത്ത് ഇയാൾ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നതായും സംശയങ്ങളുണ്ട്. ആക്രമണം നടക്കുന്ന സമയത്ത് മുഖ്യപ്രതിയുടെ പിതാവ് സ്ഥലത്തുണ്ടായിരുന്നതുകൊണ്ട് ഷഹബാസിന്റെ ബന്ധുക്കളും നേരത്തെ തന്നെ ഈ വിഷയവും ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യപ്രതിയുടെ പിതാവായ വ്യക്തി TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിക്കൊപ്പം നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു ആടുന്നത്. എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷഹബാസ് എന്ന 15-കാരനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളായ 5 വിദ്യാർത്ഥികൾക്കെതിരെ കഴിഞ്ഞ ദിവസം കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ടായിരുന്നു. എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് എന്ന 15-കാരനാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടുകൂടി മരണത്തിന് കീഴടങ്ങിയത്. താമരശ്ശേരി ചുങ്കം പലോറക്കുന്ന് ഇക്ബാൽ റംസീന ദമ്പതികളുടെ മകനാണ് ഷഹബാസ്. ഞായറാഴ്ച താമരശ്ശേരിയിൽ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സുകാരിയുടെ യാത്രയയപ്പ് ആഘോഷത്തിനിടയിൽ ഡാൻസിന്റെ പാട്ട് നിലച്ചു. ഇതിനെ ചൊല്ലിയുള്ള നിസ്സാര തർക്കം ഒരു വിഭാഗം കൂവി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. ഒടുവിൽ 10ാം ക്ലാസ്സുകാരന്റെ മരണത്തിലേക്കാണ് ആ ഏറ്റുമുട്ടലും വാശിയും നയിച്ചത്. ഫോൺ തകരാറിലായി പാട്ട് നിലയ്ക്കുകയും നൃത്തം തടസ്സപ്പെടുകയും ചെയ്തു. പിന്നാലെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കൂക്കി വിളിച്ചു. ഈ കൂവൽ ഇവരെ പ്രകോപിപ്പിച്ചു. കൂവി വിളിച്ച കുട്ടികളോട് നൃത്തം ചെയ്ത എളേറ്റിൽ MJ സ്കൂളിലെ പെൺകുട്ടി ദേഷ്യപ്പെടുകയും വാക്കുതർക്കമുണ്ടാകുകയുമായിരുന്നു ചെയ്തത്. ഈ പ്രശ്നം ട്യൂഷൻ സെന്റർ ജീവനക്കാർ തന്നെ ഇടപെട്ട് പരിഹരിച്ചിരുന്നു. എന്നാൽ ഒരു വിഭാഗം കുട്ടികളുടെ മനസ്സിൽ പകയും പ്രതികാരവും വിട്ടുപോയിരുന്നില്ല. വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കണക്ക് തീർക്കണം എന്ന രൂപത്തിൽ ചർച്ചകൾ തുടങ്ങിവെച്ചു. ഇതാണ് നടുറോഡിലെ ഏറ്റുമുട്ടലിലേക്കും ഷഹബാസിന്റെ മരണത്തിലേക്കും നയിച്ചത്. എന്നാൽ ഈ കുറ്റാരോപിതരായിരിക്കുന്ന ആളുകളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് KSUവും MSFും വിദ്യാർത്ഥികളെ തടയും എന്ന് പറഞ്ഞ് വെള്ളിമാട് കുന്നിലെ പരീക്ഷാ കേന്ദ്രത്തിൽ തടയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസും അതുപോലെ MSFും ഒക്കെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിന് മുന്നിൽ KSU പ്രവർത്തകരും MSFുകാരും പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധിക്കാനെത്തിയ 6 KSU പ്രവർത്തകരെ MSF പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിഷേധിക്കാനെത്തിയ MSF പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസും അവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. കെയർ ഹോമിന് മുമ്പിൽ കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് KSUവിന്റെയും MSFന്റെയും തീരുമാനമെന്നും അവർ അറിയിച്ചു. പ്രതിഷേധ സാധ്യതകൾ കണക്കിലെടുത്തിട്ടായിരുന്നു കുറ്റാരോപിതരായവരുടെ പരീക്ഷാ കേന്ദ്രം താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കോഴിക്കോട് വെള്ളിമാട് കുന്നിലേക്ക് മാറ്റിയത്. പരീക്ഷാ കേന്ദ്രം മാറ്റണമെന്നാവശ്യപ്പെട്ട് താമരശ്ശേരി പോലീസ് പരീക്ഷാ ഭവൻ സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും കത്ത് നൽകിയിരുന്നു. ജുവനൈൽ ഹോമിനടുത്തുള്ള കേന്ദ്രങ്ങളിൽ സജ്ജീകരണം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കൊലയാളികൾക്ക് ഇതിൽ പരം സംരക്ഷണം ഇങ്ങനെ നൽകും സർക്കാർ? കുട്ടിക്കാലന്മാരെ വളർത്തിയെടുക്കണ്ടേ? എന്നാലല്ലേ അഫാന്മാരായിട്ട് വളർത്തിയെടുക്കാൻ പറ്റൂ. മെച്ചപ്പെട്ട രൂപത്തിലുള്ള വെള്ളവും വളവും അവർക്ക് നൽകണമല്ലോ. ഇതിന്റെയും പിന്നാലെയായിരുന്നു ഈ കടുത്ത നടപടികളിലേക്ക് പോലീസുകാർ മാറുന്നത്. കേന്ദ്രം മാറ്റിക്കൊടുക്കാം, പരീക്ഷ എഴുതണമല്ലോ സുരക്ഷിതരായി. കുട്ടികളെ പരീക്ഷയ്ക്ക് എത്തിച്ചാൽ തടയും എന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് പൊതുവികാരം മാനിക്കണമെന്നും വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് ഇരുത്തുന്നത് മറ്റു കുട്ടികളെ ബാധിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്നു. വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കരുത് എന്ന ആവശ്യവുമായി MSFും രംഗത്തെത്തിയിരുന്നു. താമരശ്ശേരി ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളായ 5 പേരെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.
ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. ട്യൂഷൻ സെന്ററിൽ ഉണ്ടായ പ്രശ്നത്തിന്റെ ചുവട് പിടിച്ചു നടന്ന വിദ്യാർത്ഥി സംഘർഷത്തിലായിരുന്നു 15-കാരനായ ഷഹബാസിന് ജീവൻ നഷ്ടപ്പെട്ടത്. താമരശ്ശേരിയിലെ ട്രീസ് ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സെന്റ് ഓഫ് സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടയിലാണ് ഷഹബാസ് പഠിച്ചിരുന്ന എളേറ്റിൽ MG ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഡാൻസ് അവതരിപ്പിക്കുകയും അപ്രതീക്ഷിതമായി പാട്ട് നിൽക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് താമരശ്ശേരി ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂവി വിളിച്ചു. ഇതോടുകൂടി 2 സ്കൂളിലെയും വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉടലെടുക്കുന്നു. അധ്യാപകർ ഇടപെട്ട് തൽക്കാലം പ്രശ്നം പരിഹരിച്ചെങ്കിലും ഇതിന് പിന്നാലെ കഴിഞ്ഞ വ്യാഴാഴ്ച വിദ്യാർത്ഥികൾ വീണ്ടും ഏറ്റുമുട്ടുന്നു. ഇതിനിടയിലാണ് ഷഹബാസിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച പുലർച്ചെ 1 മണിക്ക് ഷഹബാസ് മരിച്ചപ്പോൾ ഇവർ ആഘോഷിക്കുന്നു. മാതാവിന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു, ഞങ്ങളോട് പൊരുത്തപ്പെടണമെന്ന്. അവരുടെ മകന്റെ ജീവൻ എടുത്തിട്ട് പൊരുത്തപ്പെടാൻ പറയാനുള്ള ഗഡ്സ് ഉണ്ടല്ലോ, ഒരു 15-കാരൻ്റെതല്ല. ഇതിന് പിന്നാലെ പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിദ്യാർത്ഥികളുടെ അടിയിൽ ഷഹബാസിന്റെ തലയോട്ടി തകർന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. ആന്തരിക രക്തസ്രാവമായിരുന്നു മരണകാരണം. അതേസമയം പ്രതികളിൽ ഒരാളുടെ പിതാവ് TP കേസ് പ്രതികൾക്കൊപ്പം നിൽക്കുന്ന ചിത്രവും ഇന്നലെ പുറത്തു വന്നു. ഇന്നലെ പ്രതികളുടെ വീടുകളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ചിരുന്ന നെഞ്ചക്കും കണ്ടെടുത്തു. ആയുധങ്ങളും കൂടുതൽ ഡിജിറ്റൽ തെളിവുകളും കണ്ടെത്താനുള്ള പരിശോധനയാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ കുട്ടികളാണ് എന്ന് ഇവരെ കുറിച്ചിട്ട് എങ്ങനെ പറയും? കൊലപാതകം നടന്നത് കൃത്യമായിട്ടുള്ള ആസൂത്രണ മികവോടുകൂടിയാണ് എന്ന് ജില്ലാ പോലീസ് മേധാവി KE ബൈജു രേഖപ്പെടുത്തുന്നു. കുട്ടികളുടെ വാട്സപ്പ് സന്ദേശങ്ങൾ ഇതിന് തെളിവാണെന്നും കുട്ടികളിൽ ഒരാളുടെ അച്ഛന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി KE ബൈജു പറയുന്നു. കുട്ടികൾ എന്ന നിലയിലായിരുന്നില്ല മർദ്ദിച്ചവരുടെ ആലോചനയെന്നും ജില്ലാ പോലീസ് മേധാവി KE ബൈജു കൂട്ടിച്ചേർക്കുന്നു. കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരെല്ലാം പിടിയിലായിട്ടുണ്ടെന്നും ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്നും KE ബൈജു പറഞ്ഞു. അതേസമയം കൊലപാതകത്തിൽ മുതിർന്നവർക്ക് പങ്കുള്ളതായി നിലവിൽ കണ്ടെത്തിയിട്ടില്ല എന്നും KE ബൈജു പറയുന്നു. ഇക്കഴിഞ്ഞ ദിവസത്തെ വിദ്യാർത്ഥികളുടെ സംഘർഷത്തെ തുടർന്നാണ് താമരശ്ശേരി ചുങ്കം പലോറക്കുന്നിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസ് ക്രൂരമർദ്ദനത്തിനിരയായി കൊല്ലപ്പെടുന്നത്. തലയ്ക്കാണ് ഗുരുതരമായി കുട്ടിക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഷഹബാസ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ പോലും ഈ വിദ്യാർത്ഥികൾക്ക് യാതൊരു വിധത്തിലുള്ള കുലുക്കവും ഉണ്ടായിരുന്നില്ല. മരിച്ചാൽ മരിക്കട്ടെ എന്നായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിലെ ചർച്ചകൾ. ട്യൂഷൻ സെന്ററിലെ സെന്റ് ഓഫുമായി ബന്ധപ്പെട്ട നിസ്സാര തർക്കം ഷഹബാസിനെ സംഘം ചേർന്ന് അവനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഗ്രൂപ്പ് ഉണ്ടാക്കി ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ വായോ എന്ന് വിളിച്ചിട്ട് ചങ്കൂറ്റം കാണിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ എങ്ങാനും ഈ കുട്ടി മരണപ്പെട്ടാൽ എന്തായിരിക്കും തങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്നുവരെ ഇവർ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. ഷഹബാസിന്റെ മരണത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ജില്ലാ പോലീസ് മേധാവിയോടും ശിശുക്ഷേമ സമിതി ചെയർപേഴ്സണോടും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വിശദീകരണം തേടിയിട്ടുണ്ട്.